പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആസാമിലെ മൗജേം എന്നൊരു വില്ലേജിലാണ്. ഗുവാഹട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 2.5-6-7 മണിക്കൂറോളം യാത്ര ചെയ്യണം. അതിലൊരു 2.5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താൽ പിന്നീട് ഒരു 2.5 മണിക്കൂർ സുമോയാണ്, ചെറിയൊരു വണ്ടിയാണ്. ആ വണ്ടിക്ക് യാത്ര ചെയ്ത് ജിറിഗണ്ടിങ് എന്നൊരു സ്ഥലത്തെത്തും. അവിടെ നിന്നും ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഈ മൗജേം എന്ന വില്ലേജിലേക്ക് എത്തുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ ഹിന്ദിയൊന്നും ആർക്കും ഒരു വശമില്ല, ഇവിടുത്തെ ഭാഷ പോലും ഒട്ടും വശമില്ല. ഇപ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ്റെ കൂടെയാണ്. ജോസഫ് അച്ഛൻ മൂവാറ്റുപുഴയിൽ ആശ്രമത്തിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് അച്ഛനായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അച്ഛൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ശുശ്രൂഷിക്കും അച്ഛൻ വിളിക്കുമ്പോൾ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ ഇവിടെ ഈ വില്ലേജിലേക്ക് മിഷനറി ആയിട്ട് വന്നപ്പോൾ അച്ഛനെന്നെ വിളിച്ചു. അങ്ങനെയാണ് ഈ വില്ലേജിലേക്ക് കടന്നു വരുവാൻ ഇടയായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങള് ജോമചേട്ടൻ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങള് ഇവിടെ ആയിരിക്കുന്ന അപ്പോൾ ജോമചേട്ടൻ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വിളിച്ച ഉടനെ തന്നെ ജോമചേട്ടൻ അരുണാചൽ പ്രദേശിൽ നിന്ന് വരുന്ന വഴിക്ക് കൊൽക്കത്തയ്ക്ക് പോരെ, കൽക്കട്ടയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു 2-3 ദിവസം നമ്മുടെ ബൗജത്തിൽ വരാമെന്ന് സമ്മതിച്ചു. ആ സ്നേഹത്തിൻ്റെ മുഖത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ ചെറുക്കണ്ടെങ്കിൽ ഇന്നലെ 10-22 കിലോമീറ്റർ 20 അടുത്ത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും ദൂരം ആള് നടന്നാണ് മൗജത്ത് നമ്മുടെ വില്ലേജിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ 2 ദിവസം ഉണ്ട് ഇവിടെ കുർബാനയിലും പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു. ഇപ്പം ഞങ്ങളൊരു വീട് വിസിറ്റിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ സിസ്റ്റേഴ്സ് ഉണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്, 3 സിസ്റ്റേഴ്സ് ഉണ്ട്, വില്ലേജ് ഉള്ള കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അതെ നമ്മുടെ യൂത്ത് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ മിഷണറി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്തോഷം, നിങ്ങളെ കാണാൻ പറ്റിയ സന്തോഷം. ഇതുപോലെ ജോമോ ചേട്ടനെ പോലെ ഇങ്ങനെ തീക്ഷ്ണമതികളായ ആളുകൾ ഇങ്ങനെ തീക്ഷ്ണമതികളായ ആളുകൾ മിഷൻ പ്രദേശത്തേക്ക് വരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൗജത്തേക്ക് സ്വാഗതം. ജോമോ ചേട്ടനോട് ചോദിച്ചാൽ മതി ഇനി മൗജത്തേക്കുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് മിഷണറി പ്രവർത്തനത്തിൽ പങ്കുചേരാം. അപ്പോൾ ജോമോ ചേട്ടാ, ഞങ്ങളുടെ വില്ലേജിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കാണിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെ, അതാണ് മൗജത്ത് ഞങ്ങളുടെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനും ഒരു വലിയ കൃപ കർത്താവ് തന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മിഷണറി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്തോഷം, നിങ്ങളെ കാണാൻ പറ്റിയ സന്തോഷം. ഇതുപോലെ ജോമോ ചേട്ടനെ പോലെ ഇങ്ങനെ തീക്ഷ്ണമതികളായ ആളുകൾ ഇങ്ങനെ തീക്ഷ്ണമതികളായ ആളുകൾ മിഷൻ പ്രദേശത്തേക്ക് വരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൗജത്തേക്ക് സ്വാഗതം. ജോമോ ചേട്ടനോട് ചോദിച്ചാൽ മതി ഇനി മൗജത്തേക്കുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് മിഷണറി പ്രവർത്തനത്തിൽ പങ്കുചേരാം. അപ്പോൾ ജോമോ ചേട്ടാ, ഞങ്ങളുടെ വില്ലേജിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കാണിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെ, അതാണ് മൗജത്ത് ഞങ്ങളുടെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനും ഒരു വലിയ കൃപ കർത്താവ് തന്നു. കുറേ നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്, കുറേ നടക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ കുറേ സിസ്റ്റർമാർ വന്നു, സിസ്റ്റർമാർ ഞങ്ങൾ വില്ലേജ് സന്ദർശനമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടുത്തെ ഭാഷയൊന്നും ഭാഷയില്ലെങ്കിലും അവരുടെ ഭാഷ ഹിന്ദി ഒട്ടും അറിയില്ലാത്ത ആളുകളാണ്. ഇവിടെ ഖാസി എന്ന ഒരു ഭാഷ വിഭാഗത്തിലെ ഖാസി പിണർ ഭാഷ, ഈ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. സിസ്റ്റർമാരാണെങ്കിലും 3 സിസ്റ്റേഴ്സ് മലയാളി സിസ്റ്റേഴ്സാണ്. ഇവിടെ വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഇവിടെ ഈ ഒരു ദേവാലയം നേരത്തെ ഉണ്ടെങ്കിലും സജീവമായിട്ട് തുടങ്ങുന്നത് ഈ കുറച്ച് നാളായിട്ടേ ഉള്ളൂ. എന്തായാലും ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഈ ദേശത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വികാരി അച്ഛൻ നമ്മുടെ പോളച്ചനാണ്. അച്ഛനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇവിടെ ദേവാലയത്തിലെ പണികളൊക്കെ നടത്തുന്നതും ഇവിടെ ആളുകളെയൊക്കെ ഒരുമിപ്പിക്കുന്നതും അവർക്ക് എല്ലാ ശുശ്രൂഷയും ചെയ്തു കൊടുക്കുന്ന അച്ഛനാണ്. നമുക്കറിയാം ഇവിടെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ആശുപത്രിയിലെ കാര്യങ്ങളായ ശരി, ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഇതെല്ലാം സഹായിക്കുന്നത് നമ്മുടെ പോളച്ചനാണ്. അപ്പോൾ അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഈ സമയത്ത് അച്ഛന്മാർ താമസിക്കുന്ന വീടാണിത്. ഒരു വളരെ ചെറിയൊരു വീടാണ്. ഇവിടെയാണ് അച്ഛന്മാർ താമസിക്കുന്നത്. ശരിക്കും ഒരു ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യത്തോടു കൂടി തന്നെയാണ് ഇന്നും ഈ കപ്പുച്ചിൻ വൈദികർ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്, മൊയിലിനെ വളർത്തുന്നുണ്ട്, കോഴിയുണ്ട്. ഇവിടെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട്, മൃഗങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ വൈദികർ ഈ ചെറിയ വീടാണ് ഈ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ പുറമെ നല്ല അന്തരീക്ഷമാണ്, താമസിക്കുന്ന നല്ല അന്തരീക്ഷമാണ്.
നല്ല സൗകര്യമുണ്ട്. സൗകര്യം എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ചുറ്റും കാടാണെങ്കിലും ഈ കാടിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ ആശ്രമം ഉണ്ടാക്കി ഇവിടെയാണ് ഈ വൈദികർ താമസിക്കുന്നത്. ഇവിടെ താമസിച്ചാണ് ശുശ്രൂഷ ചെയ്യുന്നത് മുഴുവനും. കപ്പൂച്ചിൻ വൈദികരുടെ ആ ഫ്രാൻസിസ് അസീസിയുടെ അതേ ചൈതന്യം ഇന്നും നിലനിർത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കപ്പൂച്ചിൻ വൈദികർ. വീടിൻ്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു പോയി, കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ മഴ പെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചോർച്ചയുണ്ട്. എങ്കിലും അതിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ല സുഖമാണ്, നല്ല കൂളിംഗാണ്. അതിൻ്റെ നല്ല തണുപ്പുള്ള നല്ല തണുപ്പാണ്. അവിടെ താമസിക്കാൻ കിടക്കാൻ നല്ല സൗകര്യമാണ്. വളരെ ലളിതമായിട്ടാണ് ഈ വൈദികരോട് താമസിക്കുന്നത്.
യേശു യേശു ജീസസ് യേശു യേശു